ദേശീയപാതകളിൽ ഇനി മുതൽ ടോൾ പിരിവ് വാങ്ങാൻ നമ്മളെ കാത്ത് ജീവനക്കാരും ഗേറ്റും ഉണ്ടാകില്ല. പകരം ബദൽ സംവിധാനം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉപഗ്രഹ ടോളിനോട് നോ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ദേശീയപാതകളിൽ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് നടപ്പിലാക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്ന് ദേശീയപാത അധികൃതർ പറയുന്നു. വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതിലെ ചില സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അതോടൊപ്പം തന്നെ ഡേറ്റാ ചോർച്ച ഭീഷണിയും കണക്കിലെടുത്താണ് ISRO ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുന്നത്. യൂറോപ്പിലെ ഗലീലിയോ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പോലുള്ളവയാണ് ഇതിനുവേണ്ടി നാം ആശ്രയിക്കേണ്ടി വരുന്നത്. സ്വന്തമായി ഇത്തരമൊരു ഉപഗ്രഹ സംവിധാനം വികസിപ്പിച്ചെടുക്കുകയാണ് അനിവാര്യമായിട്ടുള്ളത്. പക്ഷേ അതിന് ഏറ്റവും കുറഞ്ഞത് 4-5 വർഷത്തോളം എടുക്കും എന്നതുകൊണ്ടാണ് മറ്റൊരു ബദൽ തീരുമാനത്തിലേക്ക് കടന്നത്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് വിശദമായി ഇക്കാര്യം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിനു പകരമായി ജീവനക്കാരോ ഗേറ്റുകളോ ഇല്ലാത്ത നൂതനമായ ടോൾ പ്ലാസ സംവിധാനമാണ് സർക്കാർ ആലോചിക്കുന്നത്. നിശ്ചിത വേഗതയിൽ, അതായത് 30 കിലോമീറ്ററോളം വേഗതയിൽ വാഹനം കടന്നുപോയാൽ ആധുനിക ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് പണം ഈടാക്കുന്ന രീതി കൂടിയാണിത്. യാത്രക്കാർക്ക് കൂടുതൽ വേഗത്തിലും സുഗമമായും ടോൾ പ്ലാസകൾ കടന്നുപോകാൻ സഹായിക്കുന്നതിലാണ് ഈ പുതിയ പരിഷ്കാരം നടപ്പിലാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ടോൾ ബൂത്തുകളിലെ നീണ്ട ക്യൂ ഒഴിവാക്കാനും യാത്രാസമയം ലാഭിക്കാനും സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ ടോൾ പ്ലാസകളിലെ ഗേറ്റുകളിൽ വാഹനം നിർത്തിയിടുന്നത് ഒഴിവാക്കാം. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്കും ഇതുവഴി കടന്നുപോകാൻ കഴിയും. പക്ഷേ അവർക്ക് പിഴയടയ്ക്കാനുള്ള ഒരു അറിയിപ്പ് SMS മുഖേന ഫോണിൽ ലഭ്യമാകും. അത് പിന്നീട് വെബ്സൈറ്റിലൂടെ ചെറിയൊരു തുകയായി അടച്ചു തീർക്കാവുന്നതാണ്. നിലവിൽ സ്ഥിരമായി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഫാസ്ടാഗ് ആനുവൽ പാസ് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 3075 രൂപയാണ് സ്വകാര്യ വാഹനങ്ങൾക്കുള്ള വാർഷിക പാസ് നിരക്ക്. 1 വർഷത്തെ കാലാവധിയാണ് ഈ പാസിനുള്ളത്. 200 തവണ വരെ ടോൾ പ്ലാസകൾ കടന്നുപോകാൻ ഇതിലൂടെ സാധിക്കും. ഓരോ തവണയും പണം അടയ്ക്കുന്നതിനേക്കാൾ വലിയ ലാഭമാണ് സ്ഥിരം യാത്രക്കാർക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.